ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ്. ഈ മഴയത്തൊക്കെ ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അര കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ചവ്വരി സാവൂനരി എന്നൊക്കെ പറയും, അതെടുത്തിട്ടുണ്ട്. അതിനി നമുക്കൊരു 1.5 മണിക്കൂർ വരെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം. നല്ലവണ്ണം കേക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. ഇത് ഞാൻ നല്ലവണ്ണം കേക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പാലിൽ മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളത്തിൽ വേണമെങ്കിലും മിക്സാക്കി എടുക്കാം, പാലിൽ വേണമെങ്കിലും മിക്സാക്കി എടുക്കാം. ഇനി കസ്റ്റാർഡ് ഇല്ല, ക്യാരറ്റിൻ്റെ രുചി ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി വെക്കാം, കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ സാവൂനരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ കുതിർത്തെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കഴിച്ചെടുക്കാം. നമ്മൾ സാബുനരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി കട്ട പിടിക്കും. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. പശുമ്പാൽ വേണമെങ്കിലും ചേർക്കാം, തേങ്ങാപ്പാലാണെങ്കിലും ചേർക്കാം. പക്ഷെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം കുറുകി വരണ്ട കേട്ടോ, ഇത്രയും കുറുകിയാൽ മതിയാവും. പിന്നെ ചൂട് പോകുമ്പോഴത്തേന് നന്നായിട്ട് കുറുകി വരുന്നതാണ്. ഇനി ഒരു അര കപ്പ് പഞ്ചസാര പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്ര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ 1 പാൽ 2 പാൽ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ പാർന്നിട്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അതും ഒരു 3 ഏലക്കായ ഒന്ന് കുത്തിയിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു തള വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ. നല്ലവണ്ണം തിളക്കരുത്. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ചെറിയൊരു തള വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം. ഈ ഏലക്കയുടെ തൊലിൻ്റെ ഇതൊക്കെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇത് ചെറിയ തള ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും തിളച്ചാൽ മതിയാവും കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് നല്ല കുറുക്കായി വരും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ്
ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആകുന്നത്. ഇപ്പോൾ ചൂട് നല്ലോണം ഒന്നും പോയിട്ടില്ല. ചൂട് നല്ലോണം പോയപ്പോഴേക്കും ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ അടിപൊളി ഇത് ഈ മഴയത്ത് ഒരു ഗ്ലാസ് കുടിക്കാൻ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.